A+ എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുമ്പോഴാണ് ചിലത് നമുക്ക് നേടാൻ സാധിക്കുന്നത്, അല്ലേ? ഇപ്പോൾ വിനയ് ഗോയൽ ഇവിടെ ഇരിക്കുന്നു. അദ്ദേഹം IAS നേടി, അദ്ദേഹം കളക്ടറായി, മലപ്പുറം പോലെ ഏറ്റവും വലിയൊരു ജില്ലയുടെ അധിപനായി നിൽക്കുമ്പോൾ അദ്ദേഹം പറയട്ടെ എന്തെല്ലാം അദ്ദേഹത്തിന് നഷ്ടപ്പെടുത്തിയിട്ടായിരിക്കും ഈ പദവിയിലെത്തിയത്, അല്ലേ? സ്വാഭാവികമായി അദ്ദേഹത്തിന് നല്ലൊരു കയ്യടി കൊടുത്ത്. സ്വാഭാവികമായും നമുക്കൊരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടും. ആ നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് ചിലത് കിട്ടുന്നത്. നിങ്ങൾ എത്ര റീൽസ് കാണുന്നത് ഒഴിവാക്കിയിട്ടുണ്ട്, അല്ലേ? നമ്മളിവിടെ ഒരുപാട് അത്ഭുതം ഉണ്ടാക്കിയിട്ടുണ്ട് കുട്ടികളെ. എന്തെല്ലാം ഉണ്ടാക്കി നമ്മൾ പെരിന്തൽമണ്ണയിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ചപ്പോൾ 38 വോട്ടായിരുന്നു എൻ്റെ ഭൂരിപക്ഷം. എനിക്ക് തന്നെ ഒരു പ്രശ്നമായിരുന്നു. നിയമസഭയിൽ എന്നും പറയും ഏറ്റവും ഭൂരിപക്ഷം കുറഞ്ഞ MLA. അപ്പോൾ ഇന്ന് നിങ്ങൾ 32,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ എന്നെ ജയിച്ചു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിജയമായി ഞാൻ ഇതിനെ കാണുന്നു. നിങ്ങളോടെല്ലാം ഞാൻ നന്ദി പറയുന്നു. നിങ്ങളോടെല്ലാം ഞാൻ എൻ്റെ സ്നേഹം പങ്കുവെക്കുന്നു ഈ അവസരം. കുട്ടികളെ, അതുമാത്രമല്ല, ആ 32,000 വോട്ടിനേക്കാൾ എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ അറിയോ? നമ്മൾ ഈ 5 വർഷത്തെ യാത്രക്കിടയിൽ 109 കുട്ടികളെ IAS അക്കാഡമിയിൽ നിന്ന് സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ഉന്നതമായ പദവിയിലേക്ക് നമ്മൾ പറഞ്ഞയച്ചിരിക്കുന്നു. പച്ചമഷി കൊണ്ട് ഒപ്പിടുന്ന 109 ഗസറ്റഡ് ഓഫീസർമാർ ഇന്ന് IAS അക്കാഡമിയിൽ പഠിച്ചു. ഏത് നാടുകളിലും ഞാൻ കാണാത്ത തരത്തിലുള്ള ഒരു കൾച്ചർ, അതായത് എഡ്യൂക്കേഷൻ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു കൾച്ചർ ഞാൻ കാണുന്ന സ്ഥലമാണ് പെരിന്തൽമണ്ണ. I must congratulate all the team. ഞാൻ സാറിനെ നന്നായിട്ട് കോൺഗ്രാറ്റുലേറ്റ് ചെയ്യും. അത്രയും വലിയ ഇനീഷ്യേറ്റീവ്, അത്രയും സക്സസ്ഫുൾ ആയിട്ട് അത്രയും വർഷമായിട്ട് ഈ ഇനീഷ്യേറ്റീവ് റൺ ചെയ്ത്